Good morning, all. Good morning, ma'am. Okay, ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ക്ലാസ്സിലോട്ട് വന്നു അല്ലെ? ദെൻ ഓണമൊക്കെ നന്നായിട്ടൊക്കെ ആഘോഷിച്ചു എല്ലാവരും. വെക്കേഷൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അല്ലെ? ഓണമായിട്ടൊക്കെ ആഘോഷിച്ചില്ല എല്ലാവരും. ദെൻ അപ്പൊ നമ്മൾ വീണ്ടും പഠനത്തിലോട്ട് വന്നു. ഇത്രയും ദിവസം ബുക്കിലൊക്കെ നമ്മൾ അല്ലെ ബുക്കൊക്കെ തുറന്നായിരുന്നോ? നോക്കിയോ? കുറച്ച് ദിവസം നമ്മൾ റെസ്റ്റ് എടുത്തേക്കണായിരുന്നു അല്ലെ? പഠിച്ചവരുണ്ടായെങ്കിലും ആരും ഉണ്ടാവില്ല അല്ലെ? ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ക്ലാസ്സിലോട്ട് വരാം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആംബുലൻസ് എന്നൊക്കെ ചാപ്റ്റർ ആയിരുന്നു. ഓർമ്മയുണ്ടോ? ചാപ്റ്റർ ഓർമ്മയുണ്ടോ? ഞാൻ ഏതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, ഓർമ്മയുണ്ട്. ഇതിനപ്പോ നമ്മൾ ആംബുലൻസിൽ ടൈപ്സ് ഓഫ് റോഡ് ആംബുലൻസ് ആണ്. അതിൽ 4 ടൈപ്പുകളാണ് നമ്മൾ ലാസ്റ്റ് വൺ പറഞ്ഞു നിർത്തിയത്. ടൈപ്പ് എ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ, ടൈപ്പ് ബി എന്ന് പറയുന്നത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, ടൈപ്പ് സി ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആൻഡ് ടൈപ്പ് ബി അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്നില്ല, നല്ല രീതിയിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എക്യുപ്മെന്റ്സ് ആണ്. എക്യുപ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? പറഞ്ഞിട്ടില്ലാണോ? ജസ്റ്റ് നമ്മൾ ഇതിനോടുള്ള പാരഗ്രാഫ് മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ എക്യുപ്മെന്റ്സ് നോക്കാം. Beside the equipment straightly used for the treatment of patient, ambulances should be fitted with a range of extra equipments which are used in order to ease the patient's care. അല്ലെ? അതായത് നമുക്കറിയാം ആംബുലൻസിന്റെ ഉള്ളിൽ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ ഉണ്ട് അല്ലെ? പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ടും പേഷ്യൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മോണിറ്ററിംഗ് ചെയ്യുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. എന്നാൽ ഈ എക്യുപ്മെന്റ്സുകൾക്ക് പുറമെ മറ്റ് എക്സ്ട്രാ എക്യുപ്മെന്റ്സുകൾ കൂടി ആംബുലൻസിന്റെ ഉള്ളിലുണ്ടെന്ന്. പേഷ്യൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന് പുറമെ നമ്മൾ എക്സ്ട്രാ എക്യുപ്മെന്റ്സുകൾ കൂടി ആംബുലൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലാത്ത പുതിയ പുതിയ എക്യുപ്മെന്റ്സുകൾ ആയിരിക്കാം, ചിലത് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ്. നോക്കാം. ഫസ്റ്റ് എക്യുപ്മെന്റ് ആണ് ടു-വേ റേഡിയോ. ടു-വേ റേഡിയോ. ഇനി ടു-വേ റേഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ടു-വേ റേഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ട്രാഫിക് പോലീസിന്റെ ഒക്കെ കയ്യിൽ കണ്ടിട്ടുണ്ടാവും. റോഡിൽ നിൽക്കുമ്പോൾ ട്രാഫിക് പോലീസിന്റെ ഒക്കെ കയ്യിൽ എന്താ വയർലെസ് ആയിട്ടുള്ള ഒരു സെൽഫോൺ പോലത്തെയാണ്. മീൻസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഓരോ സ്ഥലത്ത് ഇപ്പോൾ ജംഗ്ഷനിലൊക്കെ ആണെങ്കിൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ കമ്മ്യൂണിക്കേഷൻ പരസ്പരം ചെയ്യും. ഇന്ന ഏരിയയിൽ ഇവിടെ നിൽക്കുകയാണ് അല്ലെ? അതിനാണ് ഈ ടു-വേ റേഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആംബുലൻസിന്റെ ഉള്ളിൽ ഈ ഒരു ടു-വേ റേഡിയോ സിസ്റ്റം ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് നോക്കാം. This one is the most important piece of equipment in present day emergency medical service, since it allows for the issuing of jobs to the ambulance and can permit the crew to pass information back to control or to the hospital. For example, a priority message to warn a hospital of imminent arrival of critical patient. അതായത് നമ്മൾ മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ടു-വേ റേഡിയോ ഉപയോഗിക്കുന്നത്. സോ അത് എല്ലാ ആംബുലൻസുകളിലും ടു-വേ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഈ നമ്മൾ പറഞ്ഞു ആംബുലൻസിലെ ക്രൂ മെമ്പേഴ്സ്, ആംബുലൻസിൽ ഒരുപാട് വ്യക്തികൾ ഒരുപാടല്ല, അതായത് ഇപ്പോൾ നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ടാവും. പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ ചാപ്റ്റർ നമ്മൾ എടുക്കുന്ന ആംബുലൻസ് തന്നെയാണ്. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സില് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് കേട്ടോ. പുതിയ ചാപ്റ്റർ ഒന്നല്ല, ആംബുലൻസ് തന്നെയാണ്. സോ ഇപ്പൊ നമുക്ക് ഈ ടു-വേ റേഡിയോയുടെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജുകൾ പരസ്പരം പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു എമർജൻസി ആയിട്ടുള്ള പേഷ്യന്റിനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ ആംബുലൻസിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഹോസ്പിറ്റലിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഇനിയൊരു ഇമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ എമർജൻസി ആയിട്ടുള്ള കേസ് ആംബുലൻസിൽ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പേഷ്യന്റിനെ കൊണ്ടുവരികയാണ് എന്നുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാനും, അതുപോലെ തന്നെ എന്താണ് ഇപ്പോ ആംബുലൻസിലുള്ള ജീവനക്കാർക്ക് അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ ഡോക്ടറോടോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് വിവരങ്ങൾ പരസ്പരം കൈമാറാനായിട്ട് സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ടു-വേ റേഡിയോ എന്ന് പറയുന്നത്. ഇനി പിക്ചർ ഞാൻ എടുത്തിട്ടൊന്നുമില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രാഫിക് പോലീസിന്റെ കയ്യിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു സെൽഫോണാണ് വയർലെസ് ആയിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ആശയങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ടു-വേ റേഡിയോ?
Then ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ടു വേ റേഡിയോ വായിച്ചു നോക്കുക. അതിൽ പ്രത്യേകിച്ച് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി പോകാം. എക്യുപ്മെന്റ്സിന്റെ പേരുകൾ പഠിച്ചു വെക്കണം. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ഓരോ എക്യുപ്മെന്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. Two-way radio. Okay. Then next one, mobile data terminal. Mobile data terminal. Some ambulances are equipped with mobile data terminals, MDT. Mobile data terminal പറയുന്നത് MDT എന്നാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കൂ. MDT. Mobile data terminal. Okay. Which are linked without wire to a central computer, usually at the control center. അപ്പോ ഈ മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുന്നതും ഏകദേശം നമ്മുടെ ടു-വേ റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോലെയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇത് മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുന്നത് സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, കമ്പ്യൂട്ടറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. ദെൻ നമുക്ക് ഇപ്പൊ ഒരു റേഡിയോയിലാണെങ്കിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് ടു-വേ റേഡിയോയിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കോൾ ചെയ്തിട്ട് വിവരങ്ങൾ പാസ് ചെയ്യാൻ മാത്രം പറ്റുള്ളൂ. പക്ഷെ മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുമ്പോൾ നമുക്ക് വിവരങ്ങൾ പാസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറായിട്ട് ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ്, നമുക്കിപ്പോ വീഡിയോ കോൾ വഴിയൊക്കെ ഡോക്ടേഴ്സിനെ വിളിക്കാനും പേഷ്യന്റിന്റെ ആ ഒരു സിറ്റുവേഷനൊക്കെ കാണിക്കാനും ഇത് നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. Then this terminal can function in place of two-way radio. Two-way radio function തന്നെയാണ്, communication purpose ആണ്. Then can be used to pass details of works to the crew, and can long time the crew was mobile to a patient, arrived and left the scene, or fulfill any other computer based function. കണ്ടോ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഫംഗ്ഷനും നമുക്ക് ഈ ഒരു മൊബൈൽ ഡാറ്റ ടെർമിനലിലൂടെ സാധിക്കുന്നത്. അതായത് ടു-വേയിൽ ആണെങ്കിൽ ഓൺലി നമുക്ക് വിളിച്ച് മെസ്സേജുകൾ പാസ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷെ മൊബൈൽ ഡാറ്റ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനും സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോ ക്രൂ മെമ്പേഴ്സ് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണം ഇപ്പൊ നമുക്ക് വീഡിയോയിലൂടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പേഷ്യന്റ് വരുന്നതും പേഷ്യന്റിന്റെ മറ്റു സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് എന്താ വീഡിയോയിലൂടെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടീഷനൊക്കെ മോശമാവുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്താ വീഡിയോ കോൾസിലൂടെയൊക്കെ കാണിച്ചു കൊടുക്കാനും ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പരസ്പരം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ ഒരു മൊബൈൽ ഡാറ്റ ടെർമിനലിലൂടെ സാധിക്കുന്നു. ടു-വേ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി എന്താ പറയാ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം നമ്മുടെ സിസ്റ്റം ബേസ്ഡ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. MDT അണ്ടർലൈൻ ചെയ്തു എല്ലാവരും. എക്സാമ്പിൾ ചോദിക്കുമ്പോൾ മൊബൈൽ ഡാറ്റ ടെർമിനൽ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. എളുപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാകാവുന്ന ഒന്ന് തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അണ്ടർലൈൻ ചെയ്തിട്ട് MDT എന്നുള്ളത് കണ്ടോ, ക്യാപിറ്റലിൽ കൊടുത്തിരിക്കുന്നത് മൊബൈൽ ഡാറ്റ ടെർമിനൽ. അത് ഫുൾ ഫോം ആയിട്ട് ചോദിക്കും കേട്ടോ, MDT. അതെ, ആംബുലൻസ് സർവീസ് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് എക്യുപ്മെന്റ് നോക്കാം. എവിഡൻസ് ഗ്യാതറിംഗ് CCTV. ആംബുലൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് CCTV. ആംബുലൻസിനുള്ളിൽ CCTV ഉണ്ടായിരിക്കും. നോക്കാം എങ്ങനെ വേണ്ടിയിട്ടാണ് ആംബുലൻസിനുള്ളിൽ CCTV വെച്ചിരിക്കുന്നത്.
Some ambulances are now being equipped with video cameras which are used to record activity either inside or outside the vehicle. ആംബുലൻസിന്റെ ഉള്ളിലും ഇൻസൈഡിലും ഔട്ട്സൈഡിലുമുള്ള ആക്ടിവിറ്റികളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംബുലൻസ് വെച്ചിരിക്കുന്നത്. അർജുന ഏതായിരുന്നു ചോദിച്ചത്? മൊബൈൽ ഡാറ്റ ആണോ? പറയാം കേട്ടോ, ഇതൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ CCTV എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ വാഹനത്തിനകത്തും പുറത്തുമുള്ള ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൊബൈൽ CCTV ഉപയോഗിക്കുന്നത്. Then they may also be titled with sound recording facility. അപ്പോ സൗണ്ട് റെക്കോർഡും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. വീഡിയോ മാത്രമല്ല, സൗണ്ട് റെക്കോർഡും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. This can be as the protective measures from violence against ambulance crews, or in some cases depended on local laws to manifest or refute cases where a member of the crew stands accused of wrongdoings. ഇത് പറയുന്നതേ അതായത് ഇപ്പോ എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ ഇപ്പോ ചില കേസുകളിൽ പേഷ്യന്റിനെ ആംബുലൻസിൽ കൊണ്ടുപോവുകയാണെന്ന് വിചാരിക്കാം. സോ കൊണ്ടുപോകുന്ന വഴിക്ക് പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചു, എന്തെങ്കിലും ചിലപ്പോ എന്താ പേഷ്യന്റ് ഡെഡ് ആയി പോയി. സോ അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ആ പേഷ്യൻസിന്റെ റിലേറ്റീവ്സോ മറ്റും ആംബുലൻസിലെ ക്രൂ മെമ്പേഴ്സിന്റെ കുഴപ്പമാണ്, അവരെന്തെങ്കിലും ചെയ്തതിന്റെ പ്രശ്നമാണ് എന്നുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചേക്കാം. അപ്പോ റിഫ്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ തെറ്റായ രീതിയിൽ, അതായത് ആംബുലൻസിലുള്ള ക്രൂ മെമ്പേഴ്സിന്റെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് പേഷ്യന്റിന് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നിങ്ങനെ അവർക്കെതിരെ ഇപ്പൊ ക്രൂ മെമ്പേഴ്സിനെതിരെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ CCTV നമുക്ക് എടുത്തു നോക്കാണ്. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, അവരെന്തെങ്കിലും പേഷ്യന്റിനെ തെറ്റായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കൊരു തെളിവാണെന്ന് ഈ CCTV വയ്ക്കുന്നത്. അല്ലാതെ നമുക്ക് ആംബുലൻസിന്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളെ കാണാനും അത് സൗണ്ട്സും ഓൾറെഡി അതിൽ റെക്കോർഡഡ് ആണ്. അതുപോലെ താഴെ പറയുന്നത് വയലൻസ് അഗെയിൻസ്റ്റ്, അതായത് പേഷ്യൻസിനോട് ക്രൂ മെമ്പേഴ്സ് എന്തെങ്കിലും എന്താ ആക്രമണം കാണിച്ചിട്ടുണ്ടോ, അപ്പൊ ഇനി ക്രൂ മെമ്പേഴ്സിന് എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള രീതിയിൽ അവർക്കെതിരെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള പ്രചരണം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തെളിവായിട്ട് ഈ CCTV എവിഡൻസ് കാണിക്കാമെന്ന്. ഇപ്പൊ നമ്മൾ എന്തിനും ഇപ്പൊ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ, കുറ്റം ചെയ്തിട്ടുണ്ടോ നോക്കാൻ CCTV അല്ലേ നോക്കുന്നത്? ആണോ? ഏതൊരു കേസ് അന്വേഷിക്കുമ്പോഴും CCTV അല്ലേ നമ്മൾ നോക്കാം. CCTV എവിഡൻസ് ആണ്. ഒരാൾ പറയുന്നതിനേക്കാളും നമ്മൾ നേരിട്ട് ഈ CCTV ആ ഒരു എവിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ പറയുന്നതും അത് തന്നെയാണ്. ക്രൂ മെമ്പേഴ്സിന് അല്ലെ, ക്രൂ അംഗം തെറ്റായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് അവരുടെ ഭാഗം തെളിയിക്കാനായിട്ട് ഈ ഒരു CCTV എവിഡൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്. അതാണ് അതിന്റെ മെയിൻ CCTVയുടെ യൂസ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കാണാനും റെക്കോർഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. എവിഡൻസ് ഗ്യാതറിംഗ് CCTV. Mobile data terminal എന്ന് പറയുന്നത്, okay, some ambulance are equipped with mobile data terminal which are linked without wire. അതായത് മീൻസ് വയറിന് നമ്മള് എന്താ പറയാ വയറിനോട് ഘടിപ്പിക്കാതെ തന്നെ ഒരു സെൻട്രൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടി തന്നെ, അതായത് ഒരു ചെറിയൊരു സിസ്റ്റം പോലെയാണ്. ഞാൻ പിക്ചർ എടുത്തിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ ഞാൻ പിക്ചർ ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ ഒരു സെൻട്രൽ ഒരു കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെൻട്രൽ വയർ ഇല്ലാതെ തന്നെ നമ്മള് കമ്പ്യൂട്ടറിൽ അത് സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വാഹനങ്ങളിലൊക്കെ ആണെങ്കിലും ഇതുപോലെ മൊബൈൽ ഡാറ്റ ടെർമിനൽ ഉണ്ടാവും. സോ അതിൽ ഇപ്പൊ നമ്മൾ പോകുന്ന ആ റൂട്ടുകളും ഇതെല്ലാം അതിൽ കാണിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ പിക്ചർ ഒന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലെ മൊബൈൽ ഡാറ്റ ടെർമിനലും അതുപോലെ നമ്മൾ 2-way റേഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. പിക്ചർ എടുത്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇനി അത് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്, കുഴപ്പമില്ല. അടുത്ത ക്ലാസ്സിലൊന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. അർജുനൊന്ന് ഓർമ്മിപ്പിക്കണേ. പിക്ചർ ഞാൻ കാണിച്ചു തരാം, അപ്പൊ കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും കേട്ടോ.
വായിച്ചോ CCTV? കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, പേടിക്കേണ്ട ആരും. ഓക്കെ, നാലാമത്തെ എക്യുപ്മെന്റ് ആണ് ടൂവേ എന്ന് പറയുന്നത് വയർലെസ് ആണ്. ടൂവേ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ട്രാഫിക് പോലീസുകളുടെ ഒക്കെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ട്രാഫിക് പോലീസ് റോഡിൽ നിൽക്കാവില്ലേ, അപ്പൊ അവരുടെ കയ്യിൽ കണ്ടിട്ടില്ല അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, മെസ്സേജസ് പാസ് ചെയ്യുന്നത്. ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇനി ഇവിടെ തിരക്കണ്ട അല്ലെങ്കിൽ ബ്ലോക്ക് കൂടുതലാണ് അല്ലെ, അതാണ് ടൂവേ റേഡിയോ. ഓക്കെ, മൊബൈൽ ടെർമിനൽ ആണ് കുറച്ച് ഡൗട്ട് വന്നത് അല്ലെ. അടുത്ത ക്ലാസ്സിൽ ഞാൻ പിക്ചർ കാണിക്കാം, അപ്പൊ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ കിട്ടും കേട്ടോ. ഓക്കെ, then നാലാമത്തെ എക്യുപ്മെന്റ് നോക്കാം, ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് നോക്കാം. ആംബുലൻസ് can be equipped with a tail lift or ramp. റാമ്പ് എന്ന് പറയുന്നത് എന്താണ്? റാമ്പ് ചെറിയൊരു ഇങ്ങനെ പടി പോലെ, പടിയിൽ സ്റ്റെപ്പ് ഇല്ല, നമ്മളിങ്ങനെ പേഷ്യന്റിനെ കയറ്റാനായിട്ട് പിക്ചർ കാണിച്ചു തരാം. Tail lift or ramp in order to facilitate loading patient without having to take up any lifting. അതായത് പേഷ്യന്റിനെ നമ്മള് ആംബുലൻസിന്റെ ഉള്ളിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മള് എന്താണ്, വിതൗട്ട് ഹാവിംഗ് ടു ടേക്ക് അപ്പ് എനി ലിഫ്റ്റിംഗ്. ലിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ എടുത്ത് പൊക്കാതെ തന്നെ പേഷ്യന്റിനെ നമുക്ക് ആംബുലൻസിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ടുള്ള റാമ്പ്, അതിനെയാണ് ഈ ടെയിൽ ഓർ ലിഫ്റ്റഡ് റാമ്പ് എന്ന് പറയുന്നത്. നിങ്ങളെ പിക്ചർ കൊടുത്തിട്ടുണ്ടേ, നമ്മളെ ടെക്സ്റ്റിൽ തന്നെ രണ്ട് പിക്ചറുകൾ കണ്ടോ? അതില് സെക്കൻഡ് പിക്ചർ ഒന്ന് നോക്കിയേ, ടെക്സ്റ്റ് ബുക്ക് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് പേജിലായിരിക്കും. അടുത്ത പേജിലെ രണ്ട് പിക്ചർ കണ്ടായിരുന്നോ? ഡാറ്റ റെക്കോർഡ്സിന്റെ താഴെ, ഏഴാമത്തെ എക്യുപ്മെന്റ് ആയിട്ടുള്ള ഡാറ്റ റെക്കോർഡ്സിന്റെ താഴെ. ഓക്കെ, അതില് രണ്ടാമത്തെ പിക്ചറിൽ കണ്ടോ, പേഷ്യന്റിന് നമുക്ക് റാമ്പ് പോലെയാണ്. അതായത് നമുക്ക് പേഷ്യന്റിനെ എടുത്തൊന്നും കയറ്റേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു റാമ്പിലോട്ട് പേഷ്യന്റിനെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഈ റാമ്പ് ആംബുലൻസിന്റെ ഉള്ളിലേക്ക് അത് പോകും. കണ്ടോ പിക്ചർ കണ്ടോ നിങ്ങള്? ഇതാണ് ടെയിൽ ഓർ ലിഫ്റ്റ് റാമ്പ് എന്ന് പറയുന്നത്. Then ഇനി ഇതിന്റെ ഉപയോഗം നോക്കാം. This is particularly important where the patient is obese or specially care transport need large huge equipment such as neonatal incubator or hospital beds. അപ്പൊ പേഷ്യന്റിനെ എടുത്തു പൊക്കാതെ തന്നെ നമുക്ക് ഈ റാമ്പിലൂടെ ലിഫ്റ്റ് ചെയ്ത് അടുത്തേക്ക് കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ടെയിൽ ഓർ ലിഫ്റ്റ് റാമ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ യൂസസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഒബീസ് ആയിട്ടുള്ള അമിതവണ്ണമുള്ള പേഷ്യൻസിനെയൊക്കെ നമുക്ക് ഈ ഒരു എക്യുപ്മെന്റ് വഴി നമുക്ക് ആംബുലൻസിൽ കടത്താം അല്ലെ, കാരണം അവരെ പൊക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുപോലെ തന്നെ ഇപ്പൊ ഒബീസ് ആയിട്ടുള്ള പേഷ്യന്റിനെയും അതുപോലെ തന്നെ സ്പെഷ്യലി കെയർ ട്രാൻസ്പോർട്ട് പേഷ്യന്റ്, അതായത് ചില പേഷ്യന്റിന്റെ ശരീരം ഒട്ടും തന്നെ അനക്കാൻ പാടില്ല, അങ്ങനെയുള്ള പേഷ്യന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ളതും ചിലപ്പോൾ ഒടിവുള്ളതൊക്കെ ഉള്ള പേഷ്യൻസിനെ ഒട്ടും തന്നെ അനക്കാൻ തട്ടാതെ തന്നെ നമ്മൾ എടുത്തു വെക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ബോഡി മൂവ്മെന്റ്സ് ഒക്കെ സംഭവിക്കാം. സോ അങ്ങനെയുള്ള നമ്മൾ എന്താ സ്പെഷ്യലി കെയർ കൊടുക്കേണ്ട രീതിയിലുള്ള പേഷ്യൻസിനെയും ഈ ഒരു എക്യുപ്മെന്റ്സ് നമുക്ക് ഉപകാരമാണ്. അതുപോലെ തന്നെ ഹ്യൂജ് എക്യുപ്മെന്റ്സ്, ഇപ്പൊ എക്സാമ്പിൾ ആണ് പറയുന്നത് നിയോനേറ്റൽ ഇൻക്യുബേറ്റർ. അതായത് ഇൻക്യുബേറ്റർ അറിയാമല്ലോ, കുഞ്ഞുങ്ങൾക്ക് ന്യൂബോൺ ബേബീസിന് നമ്മൾ ചൂട് നൽകുന്ന ഇൻക്യുബേറ്റർ, അങ്ങനെയുള്ള വലിയ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുപോകാനും ഹോസ്പിറ്റൽ ബെഡ് ഇതൊക്കെ കൊണ്ടുപോകാനും നമുക്ക് ഈ ഒരു ടെയിൽ ഓർ ലിഫ്റ്റ് റാമ്പ് ഉപയോഗിക്കാവുന്നത്. അതായത് നമ്മൾ ഇത്രയും വലിയ എക്യുപ്മെന്റ്സ് ഒന്നും എടുത്തു പൊക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു റാമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ആംബുലൻസിനുള്ളിലേക്ക് ഇത് കഴിച്ചാനായിട്ട് എളുപ്പമാണ്. നമ്മൾ ഇത്രയും എന്താ പറയാ വെയിറ്റോടെ എക്യുപ്മെന്റ് ഒന്നും പൊക്കി വെക്കേണ്ട ആവശ്യം ഇല്ല. There may also be equipment connected with this such winches which are formed to put weightly patient into the vehicle. Winches എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പിക്ചറിൽ കണ്ട ഒരു റാമ്പ് പോലെയേ, ഒരു സ്റ്റെപ്പ് പോലെ, ഒരു പടി പോലെ കണ്ടില്ലേ നിങ്ങൾ പുറത്തേക്ക് പിക്ചറിൽ? ഇതിനെ വിൻഡോസ് എന്ന് വിളിക്കുക. കണ്ടോ, നമ്മൾ അവിടെയാണ് എക്യുപ്മെന്റ് ആണെങ്കിലും പേഷ്യൻസിന്റെ ആയാലും കിടക്കുന്നത്. ഞാൻ അത് ആ വിൻഡോസ് ഉള്ളിലേക്ക് പോയിക്കോളും. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ, ടെയിൽ ഓർ ലിഫ്റ്റ് റാമ്പ്.
കംപ്ലീറ്റ് ചെയ്തോ? ടെയിൽ, ലിഫ്റ്റ് ഓർ റാമ്പ്. ഓക്കെ. ദെൻ ഇനി അഞ്ചാമത്തെ എക്യുപ്മെന്റ് ആണ് ട്രോമ ലൈറ്റിംഗ്. നോക്കാം. Besides the normal working lighting, ambulances can be fitted with a special lighting. ആംബുലൻസിന്റെ ഉള്ളിൽ നോർമൽ ആയിട്ടുള്ള വർക്കിംഗ് ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് അത്യാവശ്യത്തിനുള്ള ലൈറ്റ് ഒക്കെ ഉണ്ടാകും. അതിന് പുറമെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ലൈറ്റിംഗ് സിസ്റ്റം ആംബുലൻസിന്റെ ഉള്ളിലുണ്ട്. കുറച്ച് ബ്ലൂ ഓർ റെഡ്, ചിലപ്പോൾ ഒരു ബ്ലൂ ആവാം, അല്ലെങ്കിൽ ചിലത് റെഡ് ആയിരിക്കാം. Which is used when the patient becomes photosensitive. അതായത് ഇപ്പൊ ചില പേഷ്യൻസിന് ഇപ്പൊ നിങ്ങൾ നൈറ്റില് എന്താ രാത്രിയിൽ ആംബുലൻസ് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളില് ചിലപ്പോ ഒരു ബ്ലൂ ലൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റെഡ് ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും ആംബുലൻസ് പോകുമ്പോ നൈറ്റില്? ശ്രദ്ധിക്കാത്തവരൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. ആംബുലൻസ് രാത്രി പോകുമ്പോൾ അതിന്റെ ഉള്ളിലെ പേഷ്യൻസിനെ ആയിട്ട് പോകുമ്പോൾ ചില പേഷ്യൻസിന് ഈ പറഞ്ഞ പോലെ ലൈറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. ആ ഒരു കണ്ടീഷൻസിൽ അവർക്ക് ലൈറ്റിനോട് സെൻസിറ്റീവ് ആയിരിക്കില്ല. സോ നമ്മൾ ഇങ്ങനെയുള്ള ഒന്നില്ലെങ്കിൽ റെഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലൂ കളറിലെ ലൈറ്റ് ആയിരിക്കാം ആംബുലൻസിന്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ നൈറ്റിലൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ അപ്പൊ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആംബുലൻസിന്റെ ഓൾറെഡി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിന് പുറമെ സ്പെഷ്യൽ ആയിട്ട് ഇതുപോലെ ബ്ലൂ ഓർ റെഡ് കളറിലെ ലൈറ്റുകള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ആംബുലൻസ് ടൈപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇത് കഴിഞ്ഞിട്ട് റോഡിലൂടെ ആംബുലൻസ് പോയപ്പോ ആരെങ്കിലും ശ്രദ്ധിച്ചായിട്ടോ? നോക്കിയോ? നമ്മൾ പഠിച്ച പേരുകളൊക്കെ എന്തോന്ന് നോക്കിയാരെങ്കിലോ? നോക്കി? ഒരാൾ മാത്രം നോക്കിയോളോ? നോക്കി? ഞാൻ പറഞ്ഞു പഠിക്കുമ്പോൾ നമ്മൾ നോക്കണം. എന്നിട്ട് കണ്ടപ്പോ സന്തോഷം തോന്നുന്നു. നമ്മൾ ഇത് ഞാൻ പഠിച്ചതല്ലേ, ബേസിക് ലൈഫ് സപ്പോർട്ട് കണ്ടു അല്ലെ? ഓക്കെ. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മള് ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അല്ലെ, അങ്ങനെ നമ്മള് എന്ത് ചെയ്യണം? ഒന്ന് നോക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അല്ലേ ജസ്റ്റ് അവിടെ തോന്നും. ഒന്നില്ലെങ്കിൽ ഒരു മണിക്കൂർ ജസ്റ്റ് ഇങ്ങനെ വായിക്കടിച്ച് പറഞ്ഞതല്ലേ, അങ്ങനെയെങ്കിലും വിചാരിച്ചിട്ടൊന്ന് നോക്കൂ. ഓക്കെ. അപ്പൊ നമ്മൾ അവിടെ നോക്കുമ്പോ ഒരു സന്തോഷമാണ്. നമ്മൾ പഠിച്ചത് സന്തോഷം തോന്നിയില്ല? സന്തോഷം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ സന്തോഷമല്ല ഉദ്ദേശിച്ചത്. നമ്മൾ പഠിച്ച കാര്യം നമ്മൾ കാണുമല്ലോ. ആംബുലൻസ് പോകുമ്പോൾ സന്തോഷം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പഠിച്ച കാര്യം നമ്മൾ നോക്കണം. അതിപ്പോ ഹോസ്പിറ്റലിൽ പോയാൽ ഇപ്പൊ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകളും പഠിക്കുകയുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് കാണുമ്പോ ഇത് ഞാൻ പഠിച്ചതാണല്ലോ, നമുക്ക് കുറച്ചുകൂടി നമ്മൾ പഠിച്ച കാര്യം ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇപ്പൊ ട്രോമ ലൈറ്റിംഗ്. ഇനി നെക്സ്റ്റ് വൺ എയർ കണ്ടീഷനിങ് നോക്കാം. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. സന്തോഷം പറഞ്ഞോന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പഠിച്ച കാര്യം ഇത് ഞാൻ പഠിച്ചതാണല്ലോ അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സുമായിട്ട് നിങ്ങൾ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ ഇല്ലേ? സാധിക്കില്ലേ? ബയോമെഡിക്കൽ വേസ്റ്റ് എടുത്തിട്ടില്ലല്ലോ? എടുത്തായിരുന്നോ? ഇല്ല. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് അതായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുമ്പോൾ ഇത് നോക്കണം. നിങ്ങള് ചുമ്മാ നമ്മള് ഒരു എന്താ പറയാ എക്സാം എഴുതി ജയിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ജോലി കിട്ടണം അല്ലേ? പിന്നെന്താ അതിലുപരി നമ്മളിതൊക്കെ നമ്മള് ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു എന്താ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്ന് തന്നെയല്ലേ. അപ്പൊ നമ്മൾ പോകുമ്പോഴേക്ക് നോക്കാം നമ്മൾ പഠിച്ച കാര്യങ്ങള്. ഓക്കെ. Then air conditioning. Ambulances are actually equipped with separate air conditioning system to the working area from that makes the cab. Cab എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വെഹിക്കിൾ ആണ് കേട്ടോ. വാഹനം തന്നെയാണ് ക്യാബ് എന്ന് പറയുന്നത്. അപ്പോ എന്താ? അപ്പൊ ആംബുലൻസിനുള്ളിൽ എയർ കണ്ടീഷനിങ് ആയിരിക്കും എല്ലാ ആംബുലൻസുകളും. This is help to keep suitable temperature. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും ആംബുലൻസിന്റെ ഉള്ളിൽ കീപ്പ് ചെയ്യുന്നത്. കാരണം എല്ലാ പേഷ്യൻസിനും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കും ആംബുലൻസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. For any patient being treated, but may also have an extra features such as filtering against airborne pathogens. എന്താ പാത്തോജൻസ് എന്ന് പറയുന്നത്? രോഗാണുക്കൾ അല്ലേ. അതായത് വാഹനത്തിന്റെ ഉള്ളിലും അല്ലെങ്കിൽ എന്താണ് രോഗാണുക്കളെ പുറമേയുള്ള രോഗാണുക്കളെ ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ AC എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കുന്നത്. അതൊരു എല്ലാ പേഷ്യന്റിനും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നിശ്ചിത ടെമ്പറേച്ചറിലായിരിക്കും അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. രോഗാണുക്കള് അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ ഫിൽറ്ററിങ് അഗേൻസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെയും ആറാമത്തെയും എക്യുപ്മെന്റ്സ് വായിക്കണം കേട്ടോ. 5 നമ്മൾ വായിച്ചില്ലല്ലോ, 2, 3 വായിക്കണേ.
വായിച്ചില്ലാവരോ? Then ഇനി ഇതിൽ ലാസ്റ്റ് വൺ ഒരു എക്യുപ്മെന്റ്സ് കൂടി ഉണ്ട്, ഡാറ്റ റെക്കോർഡ്സ്. These are often set in ambulance to record such details as speed, braking power and time, activation of active emergency warnings such as lights and sirens, and seat belt usage. അതായത് ഡാറ്റ റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബുലൻസിന്റെ ഉള്ളിൽ തന്നെ ഓൾറെഡി നമ്മൾ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കും. അതായത് അതിനാണ് ഈ ഡാറ്റ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ആംബുലൻസിന്റെ സ്പീഡ്, ബ്രേക്കിംഗ് പവർ, ദെൻ ടൈം, ആക്ടിവേഷൻ, എമർജൻസി വാർണിംഗ്സ്, സൈറൻസ്, ലൈറ്റുകള്, അതുപോലെ തന്നെ ആംബുലൻസിന്റെ സൈറൻസ്, സീറ്റ് ബെൽറ്റ് യൂസേജ്, ഇതെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഒരു ആംബുലൻസ് പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഈ ആംബുലൻസ് പേഷ്യന്റിനെ കൊണ്ട് പോകുമ്പോൾ ഡ്രൈവർ ഇടയ്ക്ക് സ്പീഡിന്റെ കാര്യം നോക്കണം, അല്ലെങ്കിൽ എന്താണ് ബ്രേക്കിംഗ് പവർ, അല്ലെങ്കിൽ ഇതുപോലെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ സൈറൻസ്, ഇതൊക്കെ ഘട്ടം ഘട്ടം നോക്കാൻ പറ്റില്ല. സോ ഓൾറെഡി എല്ലാം മുൻകൂട്ടി തന്നെ സെറ്റ് ചെയ്ത് വെക്കും ആംബുലൻസിന്റെ ഉള്ളിൽ. അതാണ് ഈ ഡാറ്റ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ there are often used integrated with GPS unit. അതുപോലെ തന്നെ GPS നമ്മുടെ ആംബുലൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇനി എന്താ GPS എന്ന് പറയുന്നത്? ഫുൾ ഫോം എന്താണ് GPS? എടുക്കണ്ടോ? ഇന്ന് ആംബുലൻസിൽ മാത്രമല്ല, മിക്ക സ്കൂൾ ബസ്സുകളിലും അല്ലെങ്കിൽ ബസ്സുകളിലും മിക്ക വാഹനങ്ങളിലും GPS സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? GPSന്റെ ഫുൾ ഫോം എന്താ? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. എഴുതി വെക്കാം കേട്ടോ, സൈഡിൽ ഒന്ന് എഴുതി വെച്ചോളൂ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോ എങ്ങടാണ് വണ്ടി വാഹനം പോകുന്നത് അതിന്റെ ലൊക്കേഷനും മറ്റും മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ GPS ഘടിപ്പിക്കുന്നത്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. എക്സാമ്പിൾ ചോദിക്കോട്ടോ GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ദെൻ പിന്നെ നമ്മൾ നേരത്തെ നോക്കിയത് MDT, മൊബൈൽ ഡാറ്റ ടെർമിനൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ എക്യുപ്മെന്റ്സുകളാണ് നോക്കിയത്. 7 എക്യുപ്മെന്റ്സുകളാണ് നോർമൽ എക്യുപ്മെന്റ്സുകൾക്ക് പുറമെ എക്സ്ട്രാ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ. 2-way റേഡിയോ, then മൊബൈൽ ഡാറ്റ ടെർമിനൽ, എവിഡൻസ് ഗ്യാതറിംഗ് CCTV, ടെയിൽ ലിഫ്റ്റ് ഓർ റാം, ട്രോമ ലൈറ്റിംഗ്, എയർ കണ്ടീഷനിങ് ആൻഡ് ഡാറ്റ റെക്കോർഡ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ എക്യുപ്മെന്റ്സുകൾ? ഞാൻ വായിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, then ഇനി നെക്സ്റ്റ് വൺ കുറച്ച് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആണ്. ആംബുലൻസിൽ നമ്മൾ കാണാറുള്ള കുറച്ച് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആണ്. ടു-വേ റേഡിയോ ആണോ? ഓക്കെ, ടു-വേ റേഡിയോ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് പേഷ്യൻസിന്റെ വിവരങ്ങൾ പരസ്പരം ഇപ്പൊ ഹോസ്പിറ്റലിലും ഡോക്ടേഴ്സിനൊക്കെ കൈമാറാൻ വേണ്ടിയിട്ടാണ് ടു-വേ റേഡിയോ. എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, ട്രാഫിക് പോലീസുകളുടെ ഒക്കെ കയ്യിൽ ഇരിക്കുന്ന ആ ഒരു വയർലെസ് ആയിട്ടുള്ള ഒരു സെൽഫോൺ. മീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവര് എന്താ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ സെയിം ആ ഒരു സംഭവം തന്നെയാണ് ഈ ആംബുലൻസിലും ഉള്ളത്. ഇനി മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ടു-വേ റേഡിയോന്റെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷെ കുറച്ചും കൂടി എന്താ പറയാ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ് മൊബൈൽ ഡാറ്റ. വീഡിയോ വഴി നമുക്ക് ഇപ്പോ ഡോക്ടേഴ്സിനെ കാണാനും അല്ലെങ്കിൽ പരസ്പരം വിവരങ്ങൾ കൈമാറാനും സാധിക്കുന്നു. പാസീവ് വിഷ്വൽ വാർണിംഗ്സ്. പിക്ചേഴ്സ് ഒന്ന് നോക്കി നിങ്ങൾ ടെക്സ്റ്റിലാണ് എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ആംബുലൻസിൽ കണ്ടിട്ടുണ്ടോ പിക്ചറുകള്? ഫസ്റ്റത്തെ 2 പിക്ചർ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ടുണ്ടോ? ആദ്യത്തെ 2 പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? സ്റ്റാർ ഓഫ് ലൈഫും ദെൻ റെഡ് ക്രോസും. ദെൻ 3-4 പിക്ചറും ഇതുപോലെ ആംബുലൻസുകളിൽ കാണപ്പെടുന്ന ചിഹ്നങ്ങളാണ്, സയൻസ് വാർണിംഗ് സയൻസ് ആണ്. പക്ഷെ അത് നമ്മളുടെ നാട്ടിലായിരിക്കില്ല, ചിലപ്പോൾ പുറത്തുനിന്നുള്ള അബ്രോഡ്സിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ റെഡ് ക്രസന്റ് ഉണ്ടാവും. അതുപോലെ മാൾട്ടസ് ക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈൻ ആണ്, ഒരു വാർണിംഗ് സൈൻ ആണ്. സോ ആ സൈനുകൾ ഒന്ന് നോക്കി വെക്കണം, എക്സാമിന് ചിലപ്പോ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, ദെൻ റെഡ് ക്രസന്റ്, മാൾട്ടസ് ക്രോസ്. ഫസ്റ്റ് 2 എണ്ണമാണ് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. നമ്മൾ നോർമലി നിങ്ങൾ കാണാറുള്ള ആംബുലൻസുകളിലുള്ള ഈ റെഡ് ക്രോസും അതുപോലെ തന്നെ സ്റ്റാർ ഓഫ് ലൈഫ് ആയിട്ട് കൂടുതൽ കാണുന്നത്. ദെൻ മറ്റു രാജ്യങ്ങളിലും ഇപ്പൊ പറഞ്ഞ റെഡ് ക്രസന്റും അതുപോലെ മാൾട്ടീസ് ക്രോസസും കാണപ്പെടുന്നു. ഇനി അതിന്റെ താഴെ ഒരു പിക്ചർ ഉണ്ട്, ആംബുലൻസ്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആംബുലൻസ്?
എവിടെയാണ് ഇത് കാണുന്നത്? ആംബുലൻസിന്റെ സൈഡിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ക്രോസ് ചെക്കിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ആംബുലൻസിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടാവുമോ അല്ലെ? നോക്കുക, അപ്പൊ ഈ ഒരു ക്രോസ് മാർക്കിന് പറയുന്നതാണ് ബട്ടൺബർഗ് എന്നാണ് അതിനെ പറയുന്നത്. ഈ ക്രോസ് പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടില്ലേ, അതിന്റെ ബട്ടൺബർഗ് മാർക്കിംഗ് എന്ന് നമുക്ക് വിളിക്കുക. ആ പാറ്റേൺ ഓഫ് ഹൈ വിസിബിലിറ്റി മാർക്കിങ്സ്. ഈ ഒരു ഹൈ വിസിബിലിറ്റി, നമുക്കൊരു ആംബുലൻസ് ഒരു നൈറ്റിലേക്ക് വരികയാണെങ്കിലും ഇത്ര അകലിന്ന് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ലേ? പറ്റുമോ? ആംബുലൻസ് വരുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരത്തുനിന്നാണെങ്കിലും നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ടൈപ്പ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ബട്ടൺബർഗ് മാർക്കിനെ കുറിച്ചാണ് താഴെ പറയുന്നത് കേട്ടോ. Passive visual warnings are generally part of the design of the vehicle and the usage of high contrast pattern are involved. കണ്ടോ, ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺ ആണ്, അതായത് ചെക്ക് പാറ്റേൺ ആണ്, ചെക്ക് മോഡൽ അല്ലേ അത്, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാറ്റേൺ ആയിരിക്കും. Then older ambulances and those in developing countries are more likely to have their pattern painted on. ഓൾഡർ ആംബുലൻസിൽ, അതായത് പണ്ട് കാലത്ത്, പഴയ കുറച്ച് കാലത്ത് മുന്നിലുള്ള ആംബുലൻസുകളിൽ ഇങ്ങനെയുള്ള ഈ ക്രോസ് ചെക്കിംഗ് ഓൾറെഡി പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. പെയിന്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് ആയിരുന്നു ഈ ക്രോസ് ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മോഡേൺ ആംബുലൻസ്, ഇന്നുള്ള ആംബുലൻസിൽ നോർമലി ക്യാരി റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ. ഇന്നുള്ള ടൈപ്പ് പെയിന്റിംഗ് അല്ല, കുറച്ചും കൂടി റിട്രോ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളത്, അതായത് എന്താ, പെട്ടെന്ന് തന്നെ റിഫ്ലക്ട് ചെയ്യിക്കുന്ന അല്ലെ, മോഡേൺ ലൈറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എത്ര അകലെയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് റിഫ്ലക്ട് ചെയ്ത് കാണാൻ സാധിക്കും. ആ ഒരു രീതിയിലാണ് ഇന്നത്തെ ആംബുലൻസുകളിൽ ഇങ്ങനെ ഒരു ചെക്ക് മാർക്ക് നമ്മൾ വെച്ചിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. which reflects light from car headlights or torches. അപ്പോൾ നമ്മൾ മറ്റു വാഹനങ്ങളുടെ ആ ഒരു ഹെഡ്ലൈറ്റ് അടിക്കുമ്പോൾ മറ്റും റിഫ്ലക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഇത് കാണാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ അങ്ങനെയുള്ള ഒരു ഡിസൈൻ ആണ് ഇന്നത്തെ രീതിയിൽ. പണ്ട് എങ്ങനെയായിരുന്നു, ജസ്റ്റ് ഓൺലി പെയിന്റ് ചെയ്തിട്ടുള്ള രീതിയിലായിരുന്നു. Then another passive marking from another, അപ്പൊ അതിനകത്താണ് ഫസ്റ്റ് ആ ഒരു മാർക്ക് ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പാസീവ് മാർക്കിനെ കുറിച്ചാണ്. Another passive marking form in the word ambulance or local language alternative illustrated. ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ആംബുലൻസിൽ എങ്ങനെയാ എഴുതുന്നത്? ഓൾട്ടർനേറ്റീവ് ഇല്ലുസ്ട്രേറ്റഡ് ആയിട്ടാണ്. എങ്ങനെ ആംബുലൻസ് എന്ന് എഴുതാം? നമ്മൾ തലതിരിച്ചാണ് എഴുതുന്നത് പറയും ഇല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? മിററിൽ കൂടി അല്ലെ, നമുക്കറിയാം. ഇപ്പൊ പുറകെ ബാക്കിൽ വരുന്ന വാഹനങ്ങൾക്ക് ആംബുലൻസിന്റെ ആ ഒരു ഫ്രണ്ടിൽ പോകുന്ന ആ ഒരു ഡ്രൈവേഴ്സിന് അത് ആംബുലൻസ് ആണ് അല്ലെ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. This enables drivers of the other vehicle to simplify, identify and approaching ambulance in their rear view mirror. മിററിൽ കൂടി അത് ആംബുലൻസ് ആണ് എന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. Then ambulance may display the name of their owner or operator and emergency telephone number for the ambulance service. അതുപോലെ തന്നെ ആംബുലൻസിൽ ആ എമർജൻസി ആ ടെലിഫോൺ നമ്പർ എഴുതിയിട്ടുണ്ടാവും, അവരുടെ ആംബുലൻസ് സർവീസസിന്റെ നമ്പറും അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. An ambulance may also have a symbol displayed. അതുപോലെ തന്നെ ആംബുലൻസിന് ഇതുപോലെ സിംബൽസുകൾ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റെഡ് ക്രോസോ അല്ലെങ്കിൽ എന്താ സ്റ്റാർ ഓഫ് ലൈഫോ അതുപോലെയുള്ള സിംബൽസും ആംബുലൻസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, വായിച്ചു നോക്കുക. ജസ്റ്റ് ആ സിംബൽസുകളും അല്ലെങ്കിൽ എന്താ പാസീവ് വിഷ്വൽസിനെ കുറിച്ചാണ് കേട്ടോ പോയിന്റ്സിൽ പറയുന്നത്. ദെൻ അവിടെ മാർക്ക് ചെയ്യാനൊന്നുമില്ല, വായിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണ് കേട്ടോ.
MDS എവിടെയാ? മൊബൈൽ ഡാറ്റ സർവീസ് ആണല്ലോ. കംപ്ലീറ്റ് ചെയ്ത് വായിച്ചോ എല്ലാ പോയിന്റ്സുകളും? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. വിഷ്വൽ വാർണിംഗ്സ്. നമ്മൾക്ക് കാണാൻ പറ്റുന്ന ദൃശ്യപരമായിട്ടുള്ള വിഷ്വൽ വാർണിംഗ്സുകൾ എന്തൊക്കെയാണ് ആംബുലൻസിന്റെ ഉള്ളിലുള്ളത്? Usually the visual signals for the task are in the shape of flashing lights. Flashing lights ഏറ്റവും ഒരു important ആയിട്ടുള്ള active visual warnings ആണ്. These flash in order to attract the attention of other road users as ambulance approaches. ആംബുലൻസിന്റെ മുകളിലായിട്ട് ഒരു ഫ്ലാഷ് ലൈറ്റിംഗ് ഉണ്ടാവും. നമുക്ക് എത്ര ദൂരെയാണെങ്കിലും ഈ ഫ്ലാഷ് ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ ആംബുലൻസിനെ നമ്മള് തൊട്ടടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിലേത് ഈ ഫ്ലാഷ് ലൈറ്റ് കാണുമ്പോൾ തന്നെ ആംബുലൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Or to provide warning to motorists approaching a stopped ambulance in a dangerous position on the road. അതുപോലെ തന്നെ ഇപ്പോ ആംബുലൻസ് റോഡിൽ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ ഈ ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നത് കൊണ്ട് നമുക്ക് മോട്ടോറിസ്റ്റിന്, അതായത് അതുവഴി വരുന്ന മറ്റു വാഹനക്കാർക്കും മറ്റും ഇത് ആംബുലൻസ് ആണ് എന്ന് നമുക്ക് അതിലേത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഡേഞ്ചറസ് പൊസിഷനിലായിട്ട് ചിലപ്പോൾ ആംബുലൻസ് റോഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. സോ ഈ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് അടിക്കുന്നത് കൊണ്ട് നമുക്കത് ആംബുലൻസ് ആണെന്ന് തൊട്ടടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ അപകടം ഒഴിവാക്കാനായിട്ട് നമുക്ക് അതിലേന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും ഒരു ഫ്ലാഷ് ലൈറ്റ് കാണുമ്പോൾ. Then common colors for the ambulance warning beacons are blue, red, amber. അപ്പോൾ 3 ടൈപ്പ് ആയിരിക്കും. ഈ 3 കളറിലാണ് നമ്മൾ ഈ ഫ്ലാഷ് ലൈറ്റുകൾ നമ്മൾ കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ ബ്ലൂ ആയിരിക്കാം, അല്ലെങ്കിൽ റെഡ് കളർ ആയിരിക്കാം, അല്ലെങ്കിൽ ആംബർ. ആംബർ എന്ന് പറയുന്നത് എന്താണ്? ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ബ്രൗണിഷ് യെല്ലോ, അതായത് കുറച്ച് ബ്രൗണും യെല്ലോ കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ടൈപ്പ് കളർ ആയിരിക്കും. ഈ 3 കളറുകളിലാണ് നമ്മൾ കാണപ്പെടുന്നത്. ആൻഡ് വൈറ്റ് ഉണ്ട് കേട്ടോ. ഈ 3 രീതിയിലായിരിക്കാം. കൂടുതലായിട്ടും ബ്ലൂ റെഡും ആണ് കാണപ്പെടുന്നത്. However, the colors may differ by country. കേട്ടോ, ഓരോ കൺട്രിയിലും ഈ കളർ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ചില കൺട്രീസിലും റെഡ് ആയിരിക്കാം, ചിലയിടത്ത് വൈറ്റ് ആയിരിക്കാം. ഇത് ഓരോ രാജ്യങ്ങളിലും വ്യത്യാസം ഉണ്ടായിരിക്കും. Then there are several technologies presently used to achieve flashing effect. ഇന്ന് പല രീതിയിൽ ഈ ഫ്ലാഷിംഗ് ലൈറ്റിൽ തന്നെ പല എന്താ പറയാ പുതിയ ടെക്നോളജി മെത്തേഡ്സ് ആയിട്ടുള്ള പല രീതിയിലുള്ള ലൈറ്റ്സ് ഫ്ലാഷ് ലൈറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. These include flashing light bulb or LED. LED ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്ലാഷിംഗ് or rotating halogen. ഹലോജൻ എന്ന് പറഞ്ഞ ബൾബ് തന്നെയാണ്. ആൻഡ് സ്ട്രോബ് ലൈറ്റ്. സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നോർമൽ ആ ഒരു ബൾബിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള ബൾബുകളാണ് ഈ ഹലോജൻസ് എന്ന് പറയുന്നത്. സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിരിക്കും, നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ് എന്താ സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത്. Which are commonly brighter than എന്താ ഇൻകാൻഡസന്റ് ലൈറ്റ്. നോർമൽ ലൈറ്റിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ടൈപ്പ് ലൈറ്റുകളാണ് സ്ട്രോബ് ലൈറ്റ്സ്. So as to increase safety, it is best practice to have 360 degree എഴുതിയിട്ടുണ്ടോ? 360 ഡിഗ്രിയുടെ ഒരു സൈൻ ഒന്ന് കൊടുക്കാം കേട്ടോ. 360 എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത് ടെക്സ്റ്റില്. നോക്കിയാൽ പോയിന്റ്
മൂന്നാമത്തെ പോയിന്റില് 360 ഡിഗ്രി എന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, 360 degree coverage with the active warnings, enhancing the chance of vehicle being seen from all sides. ആംബുലൻസിന്റെ മുകളിലുള്ള ആ ഒരു ഫ്ലാഷ് ലൈറ്റിംഗ് 360 ഡിഗ്രിയിൽ ഇങ്ങനെ കവറേജ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഒരു പൊസിഷനിൽ മാത്രമല്ല, ഇത് റൗണ്ട് ചെയ്തിട്ട് 360 ഡിഗ്രിയിലാണത് റൊട്ടേറ്റ് ചെയ്തത്. സോ എല്ലാ സൈഡുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അത് ആംബുലൻസ് ആണ് ഈ ഫ്ലാഷ് ലൈറ്റ് കാണാനായിട്ട് സാധിക്കുന്നത്. റൈറ്റില് അകലേന്ന് വരുന്നതാണെങ്കിലും ഏത് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണെങ്കിലും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് ആംബുലൻസ് ആണ് എന്ന് കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ആംബുലൻസിൽ കാണുന്ന ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്. ആക്റ്റീവ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൃശ്യപരമായിട്ടുള്ള വാർണിംഗ്സുകൾ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലാക്കി വായിക്കാട്ടോ ഓരോ പോയിന്റ്സുകളും. വായിച്ചെല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? ഓഡിയോ വിഷ്വൽ വാർണിംഗ്സ്, സോറി ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഓഡിയബിൾ വാർണിംഗ്സ്. ഇപ്പൊ നമ്മള് വിഷ്വൽ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ആംബുലൻസിലുള്ള വാർണിംഗ്സുകൾ. ഇനി നമ്മൾ നോക്കുന്നത് ഓഡിയബിൾ വാർണിംഗ്സ്. നമുക്ക് കേൾക്കാൻ ഓഡിയബിൾ മാത്രം കേൾക്കാൻ മാത്രം പറ്റുന്ന രീതിയിലുള്ള വാർണിംഗ്സുകൾ. Besides the visual warnings, ambulances can be equipped with audible warnings. അതായത് ആംബുലൻസിൽ വിഷ്വൽ വാർണിംഗ്സിന് പുറമെ എന്താ ഓഡിയബിൾ ആയിട്ടുള്ള വാർണിംഗ്സുകളും ഉണ്ട്. സംടൈംസ് known as sirens. അതിനെ നമ്മൾ എന്ത് വിളിക്കാം? സൈറൻസുകൾ. നമ്മൾ ആംബുലൻസ് പോകുമ്പോൾ സൈറൻസ് വിളിച്ചിട്ടുള്ള ആംബുലൻസ് പോകുന്നത്, which can alert people and vehicles to presence on ambulance before they can be seen. ആംബുലൻസ് വരുന്ന വെഹിക്കിൾസിനാണെങ്കിലും പീപ്പിൾസിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സൈറൻസ് മുഴക്കിയിട്ട് ആംബുലൻസുകൾ പോകുന്നത്. പിന്നെ വാഹനങ്ങളൊക്കെ അല്ലെ, നമ്മൾ വാഹനങ്ങളൊക്കെ സൈഡ് കൊടുക്കും ആംബുലൻസ് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. The first hearable warnings were mechanical bells. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ, ഇന്നത്തെ മോഡേൺ പീരീഡിലല്ല, പണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ hearable warnings എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ബെൽസ് ആയിരുന്നു. ബെല്ല് പോലത്തെ ടൈപ്പ് ആയിരുന്നു. Before they can
mounted to either front of roof of the ambulance. Mounted ambulance മുകളിലായിട്ട് റൂഫിന് മുകളിലായിട്ട് ചെറിയൊരു ബെല്ല് ടൈപ്പ് ആയിരുന്നു ഫസ്റ്റ് രീതിയിലുള്ള വാണിംഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇന്ന് എങ്ങനെയാണ്? Most modern ambulances are now equipped with electronic sirens. ഇന്ന് എങ്ങനെയാ? ഇന്ന് ഇലക്ട്രോണിക് സൈറൻസ് ആണ്. Which produce a range of different noise. അല്ലേ? പലതരത്തിലുള്ള നോയ്സ് അല്ലേ നമ്മൾ ആംബുലൻസിൽ കേൾക്കുന്നത്? എല്ലാ ആംബുലൻസിനും ഒരേ ടൈപ്പ് നോയ്സ് ആയിരിക്കുമോ? അതുപോലെ തന്നെ അവര് പല രീതിയിൽ ഡിഫറെന്റ് നോയ്സസ് ഉണ്ടാവും. ചിലപ്പോൾ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ കുറച്ച് നോയ്സിൽ ചേഞ്ചസ് ഉണ്ടാവും. ഇല്ലേ? ആംബുലൻസിൽ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? ആ നോയ്സ്, ആ പുറപ്പെടുവിക്കുന്ന സൈറൻസിൽ വരുന്ന സൗണ്ട്സിൽ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. Then, especially when advancing through an intersection or in heavy traffic. Intersection എന്ന് വെച്ചാൽ ഇതുപോലെ ജംഗ്ഷൻസിലും അതുപോലെ തന്നെ എന്താണ് ഇപ്പോ ഹെവി ട്രാഫിക് സിഗ്നൽസിലൊക്കെ പെടുമ്പോൾ ഇതുപോലെ നോയ്സ് ചേഞ്ചസ് ചെയ്യും. പെട്ടെന്ന് തന്നെ ആ വാഹനം തിരക്കിന്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോയ്സ് ചേഞ്ച് ചെയ്യും. Then a new development is the use of RDS, underline ചെയ്യാം, radio data system, RDS. സിസ്റ്റം ഓഫ് കാർ റേഡിയോസ്. അതുപോലെ തന്നെ ആംബുലൻസിന്റെ ഉള്ളില് ഒരു RDS, അതായത് റേഡിയോ ഡാറ്റ സിസ്റ്റം ഉണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ടു വേ റേഡിയോ, അതുപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് RDS. Then the ambulance is equipped with a short range FM transmitter. അതുപോലെ തന്നെ ആംബുലൻസിനുള്ളിൽ ഒരു FM ട്രാൻസ്മിറ്റർ ഉണ്ടായിരിക്കും. ഇനി എന്താണ് FM ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്? അതായത് ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ഇപ്പൊ ഒരു ഏരിയയിലുള്ള ആ ഒരു പർട്ടിക്കുലർ റേഞ്ചിനുള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻസ് വിവരങ്ങൾ പാസ് ചെയ്യാനായിട്ട്, കമ്മ്യൂണിക്കേഷൻ പർപ്പസ് തന്നെയാണ് വിവരങ്ങൾ പരസ്പരം പാസ് ചെയ്യാനായിട്ടാണ് നമ്മൾ FM ട്രാൻസ്മിറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഓഡിയബിൾ വാണിംഗ്സ്, നമുക്ക് കേൾക്കാൻ മാത്രം പറ്റുന്ന രീതിയിലുള്ള വാണിംഗ്സ്. ഇപ്പൊ RDSും വീഡിയോസും ഒന്നും പറ്റില്ല, ഓൺലി കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. അതുപോലെ തന്നെ FM ട്രാൻസ്മിറ്ററും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വിവരങ്ങൾ പാസ് ചെയ്യാനായിട്ട്. Then വായിച്ചു നോക്കിക്കോളൂ ഓഡിയബിൾ വാണിംഗ്സ്. വായിച്ചു നോക്കാം കേട്ടോ, പറയാട്ടോ, വായിച്ചോളൂ. FM ട്രാൻസ്മിറ്റർ ലാസ്റ്റ് പറഞ്ഞതേ, FM ട്രാൻസ്മിറ്ററും അതുപോലെ തന്നെ എന്താ RDS റേഡിയോ ഡാറ്റ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. രണ്ടും കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. വീഡിയോ ഒന്നുമില്ല, ഓൺലി ഓഡിയബിൾ ആയിരിക്കും. ഓക്കെ, FM ട്രാൻസ്മിറ്ററും ടു വേ റേഡിയോ പോലെ തന്നെ വയർലെസ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് വിവരങ്ങൾ പരസ്പരം പാസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് കേട്ടോ. ഓക്കെ, വായിച്ചോ? അപ്പൊ നമ്മളിപ്പോ വായിച്ചതില് 3 ഫുൾ ഫോമുകൾ കണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? 3 ഫുൾ ഫോമുകള് MDT, അതുപോലെ തന്നെ എന്താണ് GPS, then RDS. 3 എണ്ണം പഠിച്ചോ? എന്ത് MDT എന്ന് പറയുന്നത്? മൊബൈൽ ഡാറ്റ ടെർമിനൽ, then ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, RDS റേഡിയോ ഡാറ്റ സിസ്റ്റം. 3 ഫുൾ ഫോമുകൾ ആവട്ടെ നമ്മൾ ഇപ്പൊ വായിച്ച ഭാഗത്ത് നിന്നും നമ്മൾ പഠിച്ചത്. മറന്നു പോകരുത്, എക്സാമിന് ഫുൾ ഫോമുകൾ ചോദിക്കും.
നമുക്ക് പറയുന്നത് കോസ്റ്റ് ആണ്, ആംബുലൻസിന്റെ ചിലവുകൾ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. കോസ്റ്റ് അതും കൂടി എടുക്കാലോ, കുഴപ്പമില്ല, നോക്കാം. ബോറച്ചോ ഒക്കെ മരുന്നുണ്ടായിരുന്നെങ്കിലോ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, അതും കൂടി നമുക്കൊന്ന് പറയാം കേട്ടോ. The ambulance ride cost can be paid from several sources, and this will vary the local situation or kind of services being provided by whom and whom. അതായത് ആംബുലൻസിന്റെ കോസ്റ്റുകൾ, ആംബുലൻസ് പല തരത്തിലുള്ള ചെലവുകളുണ്ട് അല്ലെ. അപ്പോ എന്താണ് ആംബുലൻസിന്റെ ചിലവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സോഴ്സസ് ആണെന്ന്. അത് ഏതൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് 4 ഫണ്ടഡ് ആണ്, അല്ലെങ്കിൽ 4 ടൈപ്പ് സോഴ്സസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്, ചാരിറ്റി ഫണ്ടഡ് സർവീസ്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. 4 ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്കത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസസിലുള്ള ആംബുലൻസിന്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. The full on majority part of the cost of transport by ambulance is borne by the local, regional or national government. അതായത് ഇത് ലോക്കലും റീജിയണൽ നാഷണൽ ആയിട്ടുള്ള ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ആംബുലൻസുകളാണ്. ത്രൂ ദെയർ ഓർഡിനറി ടാക്സേഷൻ, എന്തിലൂടെ? ജനങ്ങളിൽ നിന്ന്, നമ്മളിൽ നിന്ന് കിട്ടുന്ന നികുതിയുണ്ടല്ലോ, ടാക്സിന്റെ ആ ഒരു ഇതിലൂടെയാണ്, നികുതിയിലൂടെ ലഭിക്കുന്ന ആ ഒരു ക്യാഷ് ആണ് ഈ ഒരു ഗവൺമെന്റ് ഫണ്ടഡ് ആംബുലൻസ് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ ഗവൺമെന്റ് ഫണ്ടഡ് ആയതിനാൽ തന്നെ നമുക്ക് എക്സ്ട്രാ ഫീസും ചാർജൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നികുതി തന്നെയാണ് ഈ ഒരു ആംബുലൻസ് അവർ ഇട്ടിരിക്കുന്നത്. അത് ലോക്കൽ ആവാം, റീജിയണൽ ആവാം, നാഷണൽ ഗവൺമെന്റിന് കീഴിലുള്ള ആംബുലൻസുകൾ. പ്രൈവറ്റ്ലി ഫണ്ടഡ്, പ്രൈവറ്റ് ഫണ്ടിലുള്ള ആംബുലൻസുകൾ. കോസ്റ്റ് ഓഫ് ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈ ദംസെൽഫ്. പ്രൈവറ്റ് ആംബുലൻസ് വിളിക്കുമ്പോൾ നമ്മൾ ആ പേഷ്യൻസ് തന്നെ പൈസ കൊടുക്കണം ആംബുലൻസിന്. ആ വരുന്നതിന്റെ ആംബുലൻസ് ചാർജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാനോ നമ്മൾ ഒരു പ്രൈവറ്റ് ആംബുലൻസ് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രൈവറ്റ് ആംബുലൻസിന്റെ ചാർജ് നമ്മൾ തന്നെ സ്വയം കൊടുക്കേണ്ടതായിട്ട് വരും. ഓർ ത്രൂ ദയർ ഇൻഷുറൻസ് കമ്പനി. ഇനി ആ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ആ ഒരു ആംബുലൻസിന്റെ ചാർജ് കൂടി ഓൾറെഡി ആ ഒരു ഇൻഷുറൻസിൽ നിന്നും കൊടുത്തോളും. അല്ലാതെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? അതിന്റെ കോസ്റ്റ്, നമ്മൾ ആ ഒരു ആംബുലൻസിന്റെ ചാർജ് സ്വയം പേഷ്യന്റ് തന്നെ ഈടാക്കേണ്ടതായിട്ട് വരും. മൂന്നാമത്തതാണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഇപ്പൊ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലൊക്കെ ചാരിറ്റി ഫണ്ടഡ് ആംബുലൻസുകൾ ഉണ്ടാവും അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചായിരുന്നു, പല ഏരിയയിലും പല പല പേരുകളൊക്കെ നിങ്ങൾ പറഞ്ഞു, എന്താ സേവാ സമാജം, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആംബുലൻസുകൾ ഉണ്ട്. ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് മേ ഗിവൻ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യന്റ് ബൈ എ ചാരിറ്റി. ഇവിടെ ഇവർക്ക് ചാരിറ്റി ആംബുലൻസ് വിളിക്കുമ്പോൾ നമ്മൾ പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട, ചാർജ് ഒന്നും ഇല്ല, ഫ്രീ ആയിട്ടാണ് നമ്മുടെ പേഷ്യൻസിനെ കൊടുക്കുന്നത്. കാരണം ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ. ഓൾദോ കോൺട്രിബ്യൂഷൻസ് മേ ബി സോട്ട് ഫോർ സർവീസ് റിസീവ്ഡ്. നമ്മൾ ഫീസും കാര്യങ്ങളൊന്നും ചാർജ് ഒന്നും കൊടുക്കണ്ട, പക്ഷെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻസ് നമ്മൾ ചെയ്യാം. അത് പണമായിട്ടല്ല കോൺട്രിബ്യൂഷൻ ഉദ്ദേശിക്കുന്നത്, അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും. ഇപ്പൊ നിങ്ങളുടെയൊക്കെ അവിടെയാണെങ്കിൽ ഓരോരുത്തരുടെയും ഏരിയയിൽ ഇതുപോലെ പാലിയേറ്റീവ് കെയറിന്റെ ആംബുലൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇതുപോലെ ഓരോ സംഘടനകളുടെയൊക്കെ ആംബുലൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ആംബുലൻസുകളിൽ അവര് പേഷ്യൻസിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നില്ല, മറിച്ച് നമുക്ക് എന്തെങ്കിലും മറ്റു രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന മറ്റു രീതിയിൽ എന്ന് പറയുന്നത്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ പേഷ്യൻസ് ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ നമുക്ക് കൊടുക്കാം, കോൺട്രിബ്യൂട്ട് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കിടപ്പ് രോഗികൾക്ക് കൊടുക്കുന്ന വാട്ടർ ബെഡ് ഒക്കെ പോലുള്ളതില്ലേ, ചിലപ്പോൾ അത് പുതുതായിട്ട് അവർ വാങ്ങിച്ചതായിരിക്കും, ചിലപ്പോൾ ആ പേഷ്യന്റ് അതിലധികം യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ വീൽ ചെയർ, അങ്ങനെ മറ്റേതെങ്കിലും എക്യുപ്മെന്റ്സുകൾ മറ്റൊരാൾക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ആണെങ്കിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അല്ലാതെ ക്യാഷ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ അല്ല, ഇങ്ങനെയുള്ളത് മറ്റുള്ളവർക്ക് കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്തുക്കളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് വൺ, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ഹോസ്പിറ്റലിൽ നിന്നുള്ള ആംബുലൻസുകൾ. ഹോസ്പിറ്റൽസ് മേ പ്രൊവൈഡ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഫ്രീ ഓഫ് ചാർജസ്. ഹോസ്പിറ്റലിൽ നിന്നും പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത് ഫ്രീ ആയിട്ടുള്ള ആംബുലൻസ്, ഫ്രീ ആണ്, ചാർജ് ഒന്നും ഈടാക്കണില്ല. ഓൺ ദ കണ്ടീഷൻ ദാറ്റ്
patient use the hospital services which they may have to pay for. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഓൾറെഡി ആ ഒരു പേഷ്യന്റ് ചിലപ്പോ ഒരു 2 ആഴ്ചയോ ഒരാഴ്ചയോ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആയിരിക്കും. ആ ഒരു അപ്പൊ ഒരു അത്യാവശ്യം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ 2 ആഴ്ച അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ഡിസ്ചാർജ് ആവുമ്പോൾ അവര് ഈടാക്കിയിട്ടുണ്ട് അല്ലെ, ഓരോന്നിനായിട്ടുള്ള ഫീസും കാര്യങ്ങളും ടോട്ടൽ ഒരു ബില്ല് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനാൽ തന്നെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ പേഷ്യന്റിന്, അതുകൊണ്ട് എക്സ്ട്രാ ആംബുലൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവർ എക്സ്ട്രാ ചാർജ് എടുക്കില്ലാണ്. ഓൾറെഡി നമ്മൾ അവിടെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത്രയും ദിവസത്തെ നമ്മളുടെ എന്താ പറയാ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പേയ്മെന്റ് ചെയ്തതിനാൽ അവർ എക്സ്ട്രാ ഹോസ്പിറ്റൽ ആംബുലൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, അപ്പോ 4 ടൈപ്പാണ് നമ്മൾ നോക്കിയത്. ഗവൺമെന്റ് ഫണ്ടേഡ്, പ്രൈവറ്റ്ലി ഫണ്ടേഡ്, ചാരിറ്റി ഫണ്ടേഡ്, ഹോസ്പിറ്റൽ ഫണ്ടേഡ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് ലോക്കൽ റീജിയണൽ നാഷണൽ ലെവലിലുണ്ട്. ആംബുലൻസിൽ ചാർജ് ഒക്കെ ഫ്രീ ആയിരിക്കും. ദെൻ നമ്മുടെ ടാക്സേഷനിലൂടെയാണ് അത് എടുക്കുന്നത്. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും, ചാർജ് ഉണ്ട്. ഇനി പേഷ്യന്റിന് ഇൻഷുറൻസ് ഉള്ളതാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അത് കൈകാര്യം ചെയ്യും. ദെൻ ചാരിറ്റി ഫണ്ടേഡ് എന്ന് പറയുന്നത് പേഷ്യന്റിന് ഫ്രീ ആണ്. ദെൻ പേഷ്യന്റിന് മറ്റ് വസ്തുക്കളായിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യാം. ഹോസ്പിറ്റൽ ഫണ്ടേഡ് എന്ന് പറയുമ്പോഴും പേഷ്യന്റിന് ഫ്രീ ആണ്. കാരണം പേഷ്യന്റ് അവിടെ ഓൾറെഡി അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയപ്പോൾ എമൗണ്ട് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. സോ ആംബുലൻസിൽ ഉപയോഗിക്കുന്ന എക്സ്ട്രാ ചാർജ് അവർ എടുക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കുക കേട്ടോ, പെട്ടെന്ന് വായിച്ചു നോക്കുക. മനസ്സിലാവല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് കോസ്റ്റ് വരെയാണ്. കോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 108 എമർജൻസി സർവീസിനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. സോ എടുത്ത് അത്രയും നന്നായിട്ട് വായിക്കുക, മോക്ക് ടെസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം, പഠിക്കാൻ സമയം കണ്ടെത്തണം. ഓക്കെ, അപ്പൊ എടുത്ത് അത്രയും നോക്കിയാണല്ലോ, ക്ലിയർ ആണല്ലോ, നമ്മൾ വായിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ ചോദിക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് അടുത്ത ടീച്ചേഴ്സിന്റെ ക്ലാസ്സിന്റെ ടൈം ആയല്ലോ. ഓക്കെ, താങ്ക് യു ഓൾ.